വാൽപ്പാറയിലെ അപകടത്തിന്റെ ഷോക്കിൽ നിന്ന് കേരള ജനത ഇനിയും മുക്തമായിട്ടില്ല. 9 പേരുടെ മരണത്തിനിടയാക്കിയ വാൽപ്പാറ വിനോദയാത്രാ സംഘത്തിന്റെ അപകട കാരണം ഡ്രൈവറുടെ പരിചയക്കുറവാണെന്നുള്ള പൊള്ളാച്ചി RTOയുടെ കണ്ടെത്തൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. അപകടം നടന്ന സമയത്ത് മലമ്പാതയിൽ മോശം കാലാവസ്ഥയോ കാഴ്ച പരിമിതിയോ ഉണ്ടായിരുന്നില്ല എന്നാണ് RTO സെഞ്ചഴിയൻ പറയുന്നത്. കുത്തനെയുള്ള ഇറക്കത്തിൽ അമിതമായി ബ്രേക്ക് ഉപയോഗിച്ചതും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായെന്നാണ് പ്രാഥമിക പരിശോധനയിലെ നിഗമനം. മലപ്പുറം താങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച വാനാണ് 300 അടി താഴ്ചയിലേക്ക് പതിച്ചത്. അധ്യാപകരും അവരുടെ ഉറ്റവരും ഉൾപ്പെട്ട 13 അംഗ സംഘത്തിന്റെ യാത്രയാണ് തീരാവേദനയായി മാറിയത്. മരിച്ചവരിൽ 7 പേർ സ്ത്രീകളാണ്. വിനോദയാത്ര കഴിഞ്ഞു മടങ്ങുന്ന വഴി അപ്രതീക്ഷിതമായി എത്തിയ മരണം നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അപകട സമയത്ത് വാനിന്റെ ഡ്രൈവർ മുഹമ്മദ് ഫാഹിസ് ഉൾപ്പെടെയുള്ള 4 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇവരെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചുരം പാതകളിൽ വാഹനം ഓടിച്ച് വലിയ പരിചയമില്ലാത്ത ഡ്രൈവർ ഇറക്കത്തിൽ ഗിയർ കൺട്രോൾ ചെയ്യുന്നതിനു പകരം ബ്രേക്കിനെ അമിതമായി ആശ്രയിച്ചതാകാം അപകടത്തിന് വഴിവെച്ചതെന്നാണ് RTO റിപ്പോർട്ടിലുള്ളത്. ഏപ്രിൽ 17 വൈകിട്ട് 5:20 കേരളത്തെ ഞെട്ടിച്ച ആ ദുരന്തം. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി വഴി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സംഘം. ചുരത്തിലെ 9-ാം വളവിനും 13-ാം വളവിനും ഇടയിലുള്ള ഭാഗത്ത് വെച്ചാണ് വാഹനം നിയന്ത്രണം വിട്ടത്. 13-ാം ഹെയർപിൻ വളവ് തിരിയുന്നതിനിടെ ക്രാഷ് ബാരിയറുകൾ തകർത്ത് വാഹനം താഴേക്ക് പതിക്കുകയായിരുന്നു. കുത്തനെയുള്ള മലഞ്ചെരുവിലൂടെ പലതവണ കീഴ്മേൽ മറിഞ്ഞ വാഹനം ഏതാണ്ട് 300 അടി താഴെയുള്ള 9-ാം വളവിലേക്കാണ് ചെന്ന് വീണത്. വീഴ്ചയുടെ ആഘാതത്തിൽ വാൻ പൂർണ്ണമായും തകർന്നു. പലരും വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. 8 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഒരാൾ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയാണ് ജീവൻ വെടിഞ്ഞത്. 9-ാം വളവിലെ കൈവരിയിൽ ഇടിച്ചു നിന്ന വാഹനം ഒരു മരത്തിൽ തട്ടി തടഞ്ഞു നിന്നതുകൊണ്ടാണ് താഴേക്ക് വീണ്ടും പതിക്കാത്തത്. രക്ഷാപ്രവർത്തനത്തിന് പ്രാദേശിക ഭരണകൂടവും നാട്ടുകാരും വലിയ സന്നദ്ധതയാണ് കാണിച്ചത്. വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനയും പോലീസും വളരെ പ്രയാസപ്പെട്ടാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. തകർന്നു പിടഞ്ഞ വാനിനുള്ളിൽ നിന്നും ആളുകളെ പുറത്തെടുക്കാൻ വാഹനത്തിന്റെ ഭാഗങ്ങൾ വെട്ടിപ്പൊളിക്കേണ്ടി വന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്കും മാറ്റി. താങ് പള്ളിപ്പറമ്പ് സ്കൂളിലെ സഹപ്രവർത്തകരുടെ മരണം അധ്യാപക സമൂഹത്തെയും നാട്ടുകാരെയും ഒരുപോലെ തളർത്തി. സ്കൂൾ അവധിക്കാലത്ത് ഒത്തുചേർന്ന അധ്യാപക സംഘത്തിന്റെ അവസാന യാത്രയാകും ഇതെന്ന് ആരും കരുതിയില്ല. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പാങ് ഗ്രാമം. ചുരം റോഡുകളിലെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് വീണ്ടും ചർച്ചകൾക്ക് ഈ അപകടം വഴിവെച്ചിരിക്കുകയാണ്. അപകടം നടന്ന 13-ാം വളവിൽ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും ഡ്രൈവർമാർക്ക് കൃത്യമായി മുന്നറിയിപ്പുകൾ നൽകുന്ന ബോർഡുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മുൻപും ഈ ഭാഗത്ത് ചെറുതും വലുതുമായ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട്. വാഹനത്തിന്റെ യാന്ത്രിക തകരാറുകളെ കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് വിശദമായ പരിശോധന നടത്തും. ബ്രേക്ക് ഫെയിലിയർ ഉണ്ടായതാണോ അതോ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഫോറൻസിക് പരിശോധനയും നടത്തും. ഡ്രൈവർ മുഹമ്മദ് ഫാഹിസിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യനില മോശമായതിനാൽ അതിന് സാധിച്ചിട്ടില്ല.